പെരുമാറ്റച്ചട്ട ലംഘനം പ്രധാനമന്ത്രിക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രിയും ബി.ജെ.പി. നേതാവുമായ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രാഷ്ട്രത്തോട് നടത്തിയ പ്രസംഗം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നും നടപടിയെടുക്കണമെന്നും CPI പാർലമെന്ററി ഗ്രൂപ്പ് നേതാവ് പി സന്തോഷ് കുമാർ ആവശ്യപ്പെട്ടു. 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ഗുരുതരമായ ലംഘനമാണ് മോദിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന് അയച്ച കത്തിൽ സന്തോഷ് കുമാർ ചൂണ്ടിക്കാട്ടി. മോദിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPIM, കോൺഗ്രസ് ഉൾപ്പെടെ പാർട്ടികളും പരാതി നൽകിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ വിരുദുനഗറിന് സമീപം കട്ടനാർപെട്ടിയിലുള്ള സ്വകാര്യ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ വൻ സ്ഫോടനത്തിൽ 18 പേർ മരിച്ചു. 6 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് ഉച്ചയോടെയാണ് നാടിനൊരുക്കിയ ദുരന്തം. കട്ടനാർപെട്ടിയിലെ വനജ ഫയർ വർക്കേഴ്സ് ഫാക്ടറിയിലാണ് സ്ഫോടനമുണ്ടായത്. വാച്ചാകരപ്പെട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം മുത്തുവാഴിക്കം എന്നയാളുടെ ഉടമസ്ഥതയിലാണുള്ളത്. സ്ഫോടനത്തിന്റെ തീവ്രതയിൽ ഫാക്ടറിയുടെ 4 മുറികൾ പൂർണ്ണമായും തകർന്നു. കിലോമീറ്ററോളം ദൂരത്തിൽ സ്ഫോടന ശബ്ദം കേട്ടതായാണ് നാട്ടുകാർ പറയുന്നത്. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം 117.15 ദശലക്ഷം യൂണിറ്റ് എത്തിയതോടെ വേണ്ടി വന്നാൽ പുറത്തുനിന്നും അധിക വൈദ്യുതി വാങ്ങി പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിദിന ഉപഭോഗത്തിലാണ് കേരളം എത്തി നിൽക്കുന്നത്. വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ AC അടക്കമുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം സ്വയം നിയന്ത്രിച്ച് വൈദ്യുതി ലാഭിക്കേണ്ടതുണ്ടെന്നും അല്ലെങ്കിൽ തുടർ ദിവസങ്ങളിൽ പ്രതിസന്ധി രൂക്ഷമാകാൻ ഇടയുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുലിനെതിരെ ലൈംഗിക അതിക്രമ പരാതിയിൽ പോലീസ് കേസെടുത്തു. ലൈംഗിക ഉദ്ദേശത്തോടെ ശരീരത്തിൽ സ്പർശിച്ചുവെന്നും വിവാഹ വാഗ്ദാനം നൽകി പണം വാങ്ങി വഞ്ചിച്ചുവെന്നും കാണിച്ച് കണ്ണൂർ സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയിലാണ് നടപടി. നിലവിൽ ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്ന 28 വയസ്സുകാരി ഇമെയിൽ വഴിയാണ് കണ്ണൂർ വനിതാ പോലീസ് സ്റ്റേഷനിൽ പരാതി സമർപ്പിച്ചത്. വിവാഹ വാഗ്ദാനം നൽകി 1.5 ലക്ഷം രൂപയോളം അതുൽ കൈപ്പറ്റിയെന്നും ഇതിൽ പകുതിയിലധികം പണം ഇനിയും തിരികെ നൽകാനുണ്ടെന്നും പരാതിയിൽ പറയുന്നു. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ 9 ദിവസത്തിന് ശേഷം ആദ്യമായി വിശദീകരണവുമായി കോളേജ് അധികൃതർ. ജാതിയുടെ പേരിൽ അധ്യാപകർ ആരും അധിക്ഷേപിച്ചിട്ടില്ലെന്നും മരണവുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങളാണ് പ്രചരിക്കുന്നതെന്നും മാനേജ്മെന്റ് വിശദീകരണക്കുറിപ്പിൽ പറഞ്ഞു. നിതിൻ വ്യക്തിപരമായി എടുത്ത ലോൺ കാരണം അധ്യാപികയ്ക്ക് നിരന്തരം ഫോൺ കോളുകളും മെസ്സേജുകളും ലഭിച്ചപ്പോൾ അധ്യാപിക സൈബർ സെല്ലിൽ പരാതി നൽകാൻ തീരുമാനിച്ചു. പരാതി എഴുതാൻ ആരംഭിച്ചപ്പോൾ നിതിൻ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് പുറത്തു പോവുകയും മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയും ചെയ്തുവെന്നാണ് വിശദീകരണക്കുറിപ്പിൽ പറയുന്നത്. വേനൽ കടുത്തതോടെ കഠിനമായ ഉഷ്ണത്തിൽ കേരളം ചുട്ടുപൊള്ളുന്നു. സംസ്ഥാനത്ത് ദിനം പ്രതി ചൂട് ക്രമാതീതമായി ഉയർന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയതിനേക്കാൾ ഉയർന്ന താപനിലയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ വർഷം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ 38 മുതൽ 40 ഡിഗ്രി വരെ ചൂട് രേഖപ്പെടുത്തിയിരുന്നു. ഈ വർഷം ഏപ്രിൽ ആദ്യവാരം തന്നെ 38 ഡിഗ്രിയിലേക്ക് ചൂട് എത്തുകയായിരുന്നു. ശനിയാഴ്ച സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ചൂടാണ് രേഖപ്പെടുത്തിയത്, 40.1 ഡിഗ്രി സെൽഷ്യസ്. വടകരയിൽ 25 വയസ്സുകാരനായ വിഷ്ണുവിനെ കാണാതായതിനു പിന്നിൽ ലോൺ ആപ്പ് മാഫിയയുടെ ഭീഷണിയാണെന്ന ആരോപണം ശക്തമായി. ഇത് ശരിവെക്കുന്ന തരത്തിൽ വിഷ്ണു സഹോദരൻ അയച്ച ചാറ്റുകളും പുറത്തു വന്നിട്ടുണ്ട്. തന്നെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതായും കടുത്ത സമ്മർദ്ദത്തിലാണെന്നും വിഷ്ണു ചാറ്റിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ജിയോയിൽ ഗ്രൗണ്ട് സ്റ്റാഫായി ജോലി ചെയ്തിരുന്ന സമയത്താണ് വിഷ്ണു ലോൺ ആപ്പിൽ നിന്ന് 10,000 രൂപ വായ്പ എടുത്തത്. പിന്നീട് ജോലി നഷ്ടപ്പെട്ടതോടെ തിരിച്ചടവ് മുടങ്ങി. ഇതോടെ വിഷ്ണുവിന്റെ ഫോണിലെ കോൺടാക്റ്റുകൾ കൈക്കലാക്കിയ സംഘം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. വിഷ്ണുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതോടെ പരിചയക്കാരെ വിളിച്ച് പണം ആവശ്യപ്പെടുകയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തതായി പരാതിയുണ്ട്. പാമ്പുകടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ചു. തൃശൂർ കോടാലി കാവുങ്കൽ സിൽജോ ജോൺസി ദമ്പതികളുടെ മകൻ ആൽജോ ആണ് മരിച്ചത്. ശനിയാഴ്ച രാത്രി ചടങ്ങിൽ പങ്കെടുത്ത ശേഷം വീട്ടിലെത്തിയ ആൽജോയ്ക്ക് സഹോദരൻ അനോഷിനും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. ആദ്യം ഭക്ഷ്യവിഷബാധയാണെന്ന് കരുതി ചാലക്കുടി സെന്റ് ജോൺസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആൽജോ മരണപ്പെട്ടു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ പാമ്പുകടിയേറ്റതാണെന്ന് കണ്ടെത്തുകയായിരുന്നു. തമിഴ്നാട് വാൽപ്പാറയിലുണ്ടായ അപകടത്തിൽ മലയാളികളായ അധ്യാപകർ മരിച്ച സംഭവത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി പാലക്കാട് നിന്നുള്ള വിദഗ്ധ സംഘം. ഹെയർപിൻ റോഡുകളിൽ
ചില അശാസ്ത്രീയതകൾ വിദഗ്ധ സംഘം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരടങ്ങുന്ന റോഡ് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങൾ നൽകിയത്. മഴവെള്ളവും വെള്ളച്ചാട്ടവും ഉള്ളതിനാൽ വെള്ളവും ഒഴുകിപ്പോകാൻ റോഡിന്റെ വശങ്ങളിൽ ഓവുചാൽ നിർമ്മിക്കണമെന്നും വെള്ളം റോഡിലൂടെ ഒഴുകിയാൽ വാഹനം തെന്നിമാറാനുള്ള സാധ്യത കൂടുതലാണെന്നും സംഘം പറയുന്നു. ഇറാനുമായുള്ള അടുത്തഘട്ട ചർച്ചയ്ക്കായി നാളെ US പ്രതിനിധികൾ പാകിസ്ഥാനിൽ എത്തുമെന്ന് സ്ഥിരീകരിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് ഇത് അവസാന അവസരമാണെന്നും കരാറിൽ എത്തിയില്ലെങ്കിൽ ആക്രമിക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും ഉൾപ്പെടെ തകർക്കുമെന്നാണ് ഭീഷണി. ഇനി നല്ല വെള്ള ചമയാനില്ലെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ വ്യക്തമാക്കിയത്. വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഇറാനാണെന്നും ട്രംപ് ആരോപിച്ചു. അതേസമയം പാകിസ്ഥാനിലെ ചർച്ച സംബന്ധിച്ച് ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.